മീഡിയ ന്യൂസ് മലയാളത്തിലേക്ക് സ്വാഗതം. അന്ധവിശ്വാസത്തിൻ്റെ പേരിലാണ് ബാലരാമപുരത്ത് 2 വയസ്സുകാരി ദേവനന്ദുവിനെ കിണറിൽ എറിഞ്ഞ് കൊന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. അന്ധവിശ്വാസം ഒരു മഹാമാരി പോലെ ഈ പ്രദേശത്തെ ബാധിച്ചിട്ട് നാളേറെയായി. ഇതിലേക്ക് പിന്നെ വരാം. കുഞ്ഞിനെ കിണറിൽ എറിഞ്ഞ് കൊന്ന കുറ്റം സമ്മതിച്ച പ്രതി ഹരികുമാർ പലതും മാറ്റി മാറ്റി പറയുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് ഉൾവിളി തോന്നിയത് കൊണ്ടാണെന്ന് ഹരികുമാറിൻ്റെ ഏറ്റവും ഒടുവിലത്തെ മൊഴി. കൊല്ലണമെന്ന് തോന്നിയപ്പോൾ കൊന്നുവെന്നാണ് പിന്നീട് പ്രതി പോലീസിനോട് നൽകിയ വിശദീകരണം. എന്തിനാണ് കൊന്നതെന്ന് യുക്തിസഹമായി പോലീസിന് ഇതേവരെ കണ്ടെത്താനായിട്ടില്ല. കൊല അന്ധവിശ്വാസത്തിന് അടിമ ആയതിനാലാണ് എന്ന കാര്യം ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. കാരണം ഹരിയും കുഞ്ഞിൻ്റെ അമ്മയായ ശ്രീതുവും കഴിഞ്ഞ ദിവസം മൊട്ടയടിച്ചത് ഇത്തരത്തിലുള്ള ഒരു മനുഷ്യ കുരുതിക്കാണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മാത്രമല്ല, ഹരികുമാർ വിദ്യാഭ്യാസം നേടിയിട്ടില്ല. 3 വർഷം ആലപ്പുഴ ഒരു ദേവീക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്നുവെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഹരികുമാറിന് മാനസിക പ്രശ്നങ്ങളുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഹരികുമാർ 6-7 വർഷമായി മാനസിക രോഗത്തിന് ചികിത്സ തേടുന്ന ആളാണ്. കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട്. പ്രതിക്ക് മാനസിക സ്ഥിരതയില്ല, പലത് മാറ്റി മാറ്റി പറയുകയാണ്. കേസിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ടെന്നും നമ്മുടെ റൂറൽ SP KS സുദർശനകുമാർ പറയുന്നു. കാര്യം എന്തൊക്കെയായാലും പ്രതിയെ കണ്ടെത്താതിരിക്കാനാകില്ല. കുട്ടിയുടെ പിതാവ് ഒഴികെയുള്ള വീട്ടുകാർ അന്ധവിശ്വാസത്തിന് അടിമയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. നാട്ടുകാർ തന്നെയാണ് പറയുന്നത്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ഇപ്പോൾ അന്വേഷിച്ച് വരികയാണ്. അന്ധവിശ്വാസവുമായി കൊലപാതകത്തിന് ബന്ധമുണ്ടോ എന്നത് സംബന്ധിച്ച് തെളിവുകൾ ലഭിച്ചിട്ടില്ല. ഇനി മറ്റൊരു കാര്യം, അന്ധവിശ്വാസമല്ല, ഗീതുവുമായി ഹരി വഴിവിട്ട ബന്ധത്തിന് ശ്രമിച്ചിരുന്നുവെന്നും അതിന് തടസ്സമായപ്പോഴാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നും ബന്ധുക്കളിൽ ചിലർ പറയുന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിനിടെ കസ്റ്റഡിയിലെടുത്ത ആറ്റുകാൽ ദേവിദാസൻ എന്ന ജ്യോത്സ്യൻ 30 ലക്ഷം രൂപ പറ്റിച്ചെടുത്തതായുള്ള സീതുവിൻ്റെ മൊഴിയുടെ സത്യാവസ്ഥയും പോലീസ് അന്വേഷിച്ചു വരുന്നു. ജ്യോത്സ്യൻ പൂർവ്വനാമത്തിൽ പ്രദീപ് കുമാർ ആയിരുന്നു. ഇദ്ദേഹം പഠിപ്പിച്ച വിവാഹിതയായ ഒരു വിദ്യാർത്ഥിനിയെ 1 വർഷം മുമ്പ് തട്ടിക്കൊണ്ടുവന്ന് കൂടെ താമസിപ്പിക്കുകയായിരുന്നു ഈ ജ്യോത്സ്യൻ. ഇദ്ദേഹം ഇവിടെ മുട്ടക്കടയും മറ്റും നടത്തി കൊച്ചു ബിസിനസ് നടത്തി ജീവിച്ചിരുന്നു. പിന്നീട് സ്വയം SP കുമാറായി കരിക്കകത്ത് മൂകാംബിക മഠം സ്ഥാപിച്ച് ജ്യോത്സ്യവൃത്തി നടത്തി വരികയാണ്. ഇതിനു മുമ്പ് ശംഖുമുഖത്ത് ആസ്ട്രോ റിസർച്ച് സെൻറ്റർ എന്നൊരു സ്ഥാപനവും നടത്തിയിരുന്നു. ജ്യോതിഷിയുടെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ജ്യോതിഷിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. കേസിൽ നിരവധി കാര്യങ്ങൾ ഇനി അന്വേഷിക്കുന്നുണ്ട്. അത് പൂർത്തിയാവുന്നതിന് മുമ്പായി കേസുമായി ബന്ധപ്പെട്ട് നിഗമനത്തിലേക്ക് എത്തുവാൻ സാധിക്കാത്ത സ്ഥിതിയിലാണ് പോലീസ്. തെളിവുകൾ കണ്ടെത്തുവാനുള്ള ശ്രമം നടക്കുകയാണ്. കുഞ്ഞിൻ്റെ അമ്മ ശ്രീതുവും ഭർത്താവ് ശ്രീജിത്തും തമ്മിൽ അകൽച്ചയിലാണ്. ഹരികുമാറും സഹോദരി ഗീതുവും നിഗൂഢ സ്വഭാവമുള്ളവരാണെന്ന് പോലീസ് പറയുന്നു, ഭർത്താവും പറയുന്നു. അടുത്തടുത്ത മുറികളിൽ നിന്നും ഇരുവരും നിരന്തരം വാട്സപ്പ് ചാറ്റും വീഡിയോ കോളും ചെയ്യാറുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ശ്രീതുവിനോട് ഹരികുമാർ വഴിവിട്ട് പെരുമാറാൻ ശ്രമിച്ചിരുന്നു. അടുപ്പത്തിന് കുഞ്ഞ് തടസ്സമാകും എന്നതിലാണ് കൊലപ്പെടുത്തിയതെന്നായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത്. പക്ഷേ ഇനിയും പല സംശയങ്ങൾ ബാക്കിയുണ്ട്. നഷ്ടപ്പെട്ട കൂടുതൽ വാട്സപ്പ് ചാറ്റുകൾ വീണ്ടെടുക്കുകയും ശ്രീതു പ്രത്യേക സ്വഭാവക്കാരിയായിരുന്നു എന്നാണ് ഭർത്താവിൻ്റെ ബന്ധുക്കളുടെ മൊഴി. 2 വയസ്സുകാരുടെ കൊലയുടെ ഞെട്ടലിലാണ് അയൽവാസികൾ. ഗീതു നിരന്തരം കള്ളം പറയുമായിരുന്നുവെന്ന് അയൽവാസികൾ പറയുന്നു. മാത്രമല്ല, ഏതാണ്ട് 60 ലക്ഷം രൂപയുടെ ബാധ്യത ഈ കുടുംബത്തിനുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ഏതിനും അന്ധവിശ്വാസവും അവിഹിതവും കൂടിച്ചേർന്ന ക്രിമിനൽ സാഹചര്യമാണ് കുട്ടിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. അതേപോലെ അന്ധവിശ്വാസത്തിൻ്റെ കാര്യം, വിശ്വാസികൾക്ക് എന്ത് പ്രകോപനമുണ്ടായാലും മതവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. നാം സ്വസ്ഥമായിരുന്ന് ആലോചിച്ചാൽ തിരിച്ചറിയാവുന്നതേ ഉള്ളൂ ഇക്കാര്യം. അടുത്തിടെ കുംഭമേളയോടനുബന്ധിച്ചുള്ള തിക്കിലും തിരക്കിലും പെട്ട് 30ഓളം പേരാണ് മരിച്ചത്. പ്രയാഗ് രാജിലെ കുംഭമേള നഗരിയിലാണ് സംഭവം. അവിടുത്തെ നദികളിൽ കുളിക്കാനെത്തിയവരാണ് മരിച്ചത്.
നമ്മുടെ എല്ലാ നദികളും മാലിന്യമുക്തമാണ്. ഗംഗയും പമ്പയും പ്രയാഗിലെ നദികളുമൊക്കെ അഴുക്കുചാലാണ്. അവിടെ എല്ലാം ഒഴുകുന്നത് അഴുക്ക് ജലമാണ്. കുംഭമേളയിലെ ആ അഴുക്കുചാലിൽ മുങ്ങി മോക്ഷം ലഭിക്കുവാനായി പോയി മരിക്കുന്നതിലും ഭേദം നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു അഴുക്കുചാലിൽ ചാടി മരിക്കാൻ പാടില്ലേ? പ്രയാഗിലെ അഴുക്കുചാലിൽ മുങ്ങി കുളിച്ചാൽ മാത്രമേ മോക്ഷം ലഭിക്കുമെങ്കിൽ ആ മോക്ഷം നമ്മുടെ നാട്ടിലെ അഴുക്കുചാലുകൾക്കും നൽകുവാനാകും. അടുത്തിടെ സമാധിപീഠത്തിൽ നിന്നും ശവശരീരം പുറത്തെടുത്ത് പോലീസ് പോസ്റ്റ്മോർട്ടം ചെയ്തതും അന്ധവിശ്വാസം കാരണം ഉണ്ടായ ദുരൂഹതയാണെന്ന് ഓർക്കണം. ഏതിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിലെങ്കിലും ഒരു അന്ധവിശ്വാസ നിരോധന നിയമം പാസാക്കിക്കൂടെ മിസ്റ്റർ ഇടതുപക്ഷ സർക്കാരെ? മന്ത്രവാദം നിരോധിക്കണം. വിശ്വാസം മനുഷ്യന് എതിരാണെന്നും ഭീഷണിയാണെന്നും കണ്ടു കഴിഞ്ഞാൽ അത് നിരോധിക്കണം.